എങ്ങനെയുണ്ട്? തകർത്തിട്ടുണ്ടോ പുള്ളി? തുടക്കം മുതൽ അവസാനം വരെ ചിരി എന്നൊക്കെ കേട്ടുള്ളതാണോ? കുഴപ്പമില്ല. ഇവിടെ എന്താ പറയാ, ചിരിച്ചു മറിഞ്ഞു. സൂപ്പറാണ്. നമ്മള് ഫസ്റ്റ് ഹാഫ് ചിരിക്കും, സെക്കൻഡ് ഹാഫ് അതിനേക്കാളും കൂടുതൽ ചിരിക്കും. സത്യം സത്യം. വാല്യൂ വാല്യൂ. എങ്ങനെയുണ്ട് സുരാജ് ഏട്ടന് ഷറഫുദ്ദീന്? നല്ല അടിപൊളി. ഷറഫുദ്ദീനാണ് അതിന്റെ നല്ലത്. സെക്കൻഡ് ഹാഫ് കലക്കി തിമിർത്തു. മൊത്തം ഫാൻസി ടൈപ്പ് മൂവിയായിരുന്നു. ഈ ഇടക്കാലത്ത് അങ്ങനത്തെ ഇറങ്ങിയിട്ടില്ല പടം. ആ ഒരു വൈബല്ലേ ഇത്. ചെറിയ പയ്യന്മാരും ഒരു പണ്ടത്തെ സ്റ്റോറിയും പണ്ടത്തെ സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമായിട്ടുള്ള ഒരു കഥയാണ്. സുരാജ്, ഷറഫുദ്ദീന്റെ മോനെ സീൻ ഷറഫ്. പിന്നെ ഒരു പയ്യൻ ഉണ്ട് അതിന്റെ അകത്ത്, മെയിൻ റോൾ ചെയ്യുന്ന ഒരു പയ്യനാണ് അതിന്റെ അകത്ത്. ആലപ്പുഴ ജിംഖാനയിലുള്ള ആ പയ്യൻ, അവനാണ് മെയിൻ ക്യാരക്ടർ. അവൻ തകർത്തു കിടിലമ്പോ. ഏത് പടം? പടക്കളം ഫയർ പടം ഒന്നുമില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ എന്റർടൈൻമെന്റ്, ചിരി പടം ഫുൾ അടിപൊളി. എല്ലാ ഏജിലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. എല്ലാ ഏജിലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്ത് ലാഗ് പറയുന്നില്ല. ഫുൾ തുടക്കം തൊട്ട് അവസാനം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കോൺസെപ്റ്റ്, ഫ്രഷ് ഫൺ ഫയർ പടം. എങ്ങനെയുണ്ട് സുരാജ്, ഷറഫുദ്ദീൻ എല്ലാവരും എങ്ങനെയുണ്ട്? സുരാജാണ് പടത്തിന്റെ സോങ്. പിന്നെ നായകനായിട്ട് അഭിനയിച്ച പയ്യൻ ഫാലിമയിലൊക്കെ ഉള്ള പുള്ളി അടിപൊളി. ആരെ പറ്റി ഒന്നും കുറ്റം പറയാനില്ല. സൂപ്പർ പടം. നല്ല സ്റ്റോറി, വെറൈറ്റി സ്റ്റോറിയാണ്. അടിപൊളി വെറൈറ്റി സ്റ്റോറിയാണ്. നല്ല ആക്ടിങ്, നല്ല മ്യൂസിക്, ഓവറോൾ നല്ല എന്റർടൈനിങ് ആണ്. ഫുൾ അടിപൊളി. ഫുൾ ചിരി, ത്രൂ ഔട്ട് ചിരിയാണ്. നല്ല ഡിഫറെന്റ് സ്റ്റോറിയാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റോറി മലയാളത്തിലൊന്നും വന്നിട്ടില്ല. ഫുള്ളി ഡിഫറെന്റ് സാധനം. അടിപൊളി. തിയേറ്ററിൽ തന്നെ കാണണം, അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട്. അടിപൊളി. പിന്നെ അടിപൊളി. അത് പുള്ളിക്കാരന്റെ മെയിൻ ഐറ്റം ആണല്ലോ ഇത്. ഇതിന്റെ ഒരു ത്രൂ ഔട്ട് സാധനം മൂവിലുണ്ട്. പിന്നെ അതേപോലെ 4 മെയിൻ ലീഡായിട്ട് ചെയ്ത പയ്യന്മാരും അടിപൊളി. സൂപ്പർ. ഡയറക്ഷനാണ് അടിപൊളി. ഡയറക്ഷൻ എന്തായാലും നൈസ്, അടിപൊളി വെറൈറ്റി. പിന്നെ സൂപ്പർ അടിപൊളി. എല്ലാവർക്കും കോളേജ് സ്റ്റുഡൻസിനൊക്കെ അടിപൊളിയായിരിക്കും. നൈസ്, നല്ല. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഫ്രണ്ട്സുമായിട്ട് വന്ന് കണ്ട് ചിരിക്കാൻ പറ്റിയ അടിപൊളി പടമാണ്. കൺസെപ്റ്റും ഭയങ്കര ഒരു പുതിയ കൺസെപ്റ്റാണ് പറയുന്നത്. BGM അടിപൊളി. ആക്ടിങ് പെർഫോമൻസ്, സുരാജ് ബ്രോയുടെ പണ്ടത്തെ ആ പെർഫോമൻസ് ഒക്കെ നമുക്ക് തിരിച്ചു കാണാം. അടിപൊളി പടം. പിന്നെ നമ്മളൊരു ബലപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ പറ്റില്ലല്ലോ. സിനിമ എൻജോയ് ചെയ്ത് തുടങ്ങണം. നമ്മൾ ആ സിനിമ പറയുന്നവർക്ക് ആ ഒരു മോഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊരു വ്യത്യസ്ത പ്രമേയമുള്ള ഒരു സിനിമയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ പവറൊക്കെ ഇൻവോൾവ് ആവുന്ന ഒരു സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഇതുകൊണ്ട് എനിക്ക് വെൽ കണക്റ്റഡ് ആയി സിനിമ. പിന്നെ കുറച്ച് പേരുടെ കഥ, ചിലരുടെയൊക്കെ പ്രകടനങ്ങൾ കുറച്ചൊന്ന് അരോചകമായിട്ട് തോന്നി. പക്ഷെ എടുത്തു പറയേണ്ടത് സന്ദീപ് പ്രദീപ്, ഷറഫുദ്ദീൻ, അവരുടെ രണ്ടുപേരും. സുരാജ് പുള്ളി പിന്നെ നാച്ചുറലായിട്ട് പുള്ളിക്കാണെങ്കിൽ പിന്നെ ഇതൊരു കേക്ക് വാക്ക് പോലത്തെ ഒരു റോളാണ്. മീൻസ് പുള്ളി ടൈപ്പ് കാസ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ റോളൊന്നും അല്ല. പുള്ളി നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സന്ദീപ് പ്രദീപിന്റെ എടുത്തു പറയേണ്ടത് ഒരു പ്രകടനം തന്നെയാണ്. കാരണം അവർ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് പുള്ളി ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, അത് പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. നമുക്ക് പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്ത ഒരു നമ്മളെ പച്ചില സിനിമകളോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയൊക്കെ പ്രതീക്ഷിച്ച് വരരുത്. ഇതൊരു വ്യത്യസ്ത പ്രമേയമാണ്.